ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു. സേന നല്ല രീതി തന്നെ സരയുവിനെ പെരുമാറുന്നുണ്ട്. അതേസമയം നമ്മുടെ രൂപയാണെങ്കിൽ രാഹുലിനെ വാക്ക് കൊടുത്തിരിക്കുകയാണ്. താൻ അത് നാളത്തെ ദിവസം കഴിഞ്ഞിട്ട് മറ്റന്നാളത്തെ ദിവസം ചന്ദ്രസേനെ ഇല്ലാതാക്കും എന്നുള്ളൊരു വാക്ക്. അപ്പൊ വലിയൊരു ടെസ്റ്റ് നടക്കുന്നുണ്ട്. പക്ഷെ അതിന് പുറമെ എന്താണ് ചന്ദ്രസേന രൂപ ഇല്ലാതാക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷെ വലിയൊരു ടെസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട്. കാരണം സരയുവിന്റെ കൂടെ വിക്രമും കൂടി ചേർന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തെന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ സേന ചെയ്യാൻ പോണത്. സരയുവിനെയും വിക്രത്തിന് രണ്ടുപേർക്കും ഒരുപോലെ നല്ല അടിപൊളി മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം സരയുവിന്റെ കുഞ്ഞിനിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു ഇച്ചിരി ഇതായല്ലോ, കുറച്ച് വലുതായല്ലോ, ഇനി വലിയ 6 മാസമൊക്കെ ആയല്ലോ. അപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിന് സരയോളം ജയിലിൽ കിടന്നാലും വലിയ പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ചന്ദ്രസേനെ മനസ്സിലാവാണ്. ചന്ദ്രസേനെ കൊല്ലാമെന്ന് രൂപ പറഞ്ഞ ആ ദിവസം, അതായത് കുഞ്ഞിന്റെ ചോറൂട് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം നമ്മുടെ തിരിച്ചടി കിട്ടാൻ പോകുന്നത് സരയുവിനും അതുപോലെ തന്നെ വിക്രത്തിനെയാണ്. ചന്ദ്രസേന നല്ല എട്ടിന്റെ പണി തന്നെയാണ് രണ്ടുപേർക്കും കൊടുക്കുന്നത്. മിക്കവാറും രണ്ടുപേരും ഒരുമിച്ച് ജയിലിൽ അഴിയെണ്ണി ഗോതമ്പുണ്ട് തിന്നാനാണ് ചാൻസ്. എന്തായാലും വിക്രത്തിന് ഒരു പണി കിട്ടുന്നുണ്ട്. വിക്രത്തിന്റെ പൈസ അതിന് വിക്രം മോഷ്ടിക്കാനും കൂടി ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാ കുറ്റം കൂടി വിക്രം ഒരുമിച്ച് ചെയ്യണത് കൊണ്ട് തന്നെ വിക്രത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ഉണ്ടാവണം. പിന്നെ സരുവിന്റെ പേരിൽ ആകെയുള്ളൊരു കുറ്റം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ ഗൂഢാലോചനക്ക് കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ആയതുകൊണ്ട് തന്നെ സരുവിന് ശിക്ഷയിൽ ചെറിയ ഇളവൊക്കെ വരും കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ഗംഗപ്രസാദിന്റെ എൻട്രിയും കൂടി വരുന്നത് മറ്റന്നാളെ. ഗംഗപ്രസാദ് ഒരു മഹാവില്ലൻ തന്നെയാണ് കേട്ടോ വരാൻ പോണത്. പക്ഷെ ഗംഗപ്രസാദിന് ഒരു പ്രശ്നമുണ്ട് സംഭവിക്കാൻ പോണത്. വേറൊന്നുമല്ല, ഈ ഗംഗപ്രസാദ് സരുവിനെ വിക്രത്തിനെ പരിചയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ ചേരും. അപ്പൊ അവരുടെ ശത്രുബലം കൂടത്തേ ഉള്ളൂ. മാത്രമല്ല ചന്ദ്രസേന ഇവർ എത്ര ജയിലിൽ അടച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഗംഗപ്രസാദിനെ പുഷ്പം പോലെ അവരെ പുറത്തിറക്കാൻ പറ്റും. കാരണം അത്ര ചന്ദ്രസേനേക്കാളും പിടിപാടുണ്ട് ഗംഗപ്രസാദിന്. അപ്പൊ അതുകൊണ്ട് ഈ ഗംഗപ്രസാദ് വന്നിട്ട് തന്നെയാണ് നമ്മുടെ സരയുവിനെ വിക്രത്തിനെ കൂടെ കൂടിയിട്ട് അവരെയൊക്കെ ഒന്നുകൂടി പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുക്കാനും കാർത്തികനെയും കിരണിനെയും അതുപോലെ കല്യാണിനെയും ചന്ദ്രസേനെയും പറ്റുമെങ്കിൽ രൂപനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഗംഗപ്രസാദ് കൊട്ടേഷൻ എടുക്കും കേട്ടോ. എന്തായാലും ഗംഗപ്രസാദ് വരുന്ന പോണ ആരാണ്, അതുപോലെ തന്നെ മറ്റന്നാള് രൂപ എന്താണ് പ്ലാൻ ചെയ്യാൻ പോണത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഈ ആഴ്ചത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ മാത്രം കാണിച്ചത്, നാളെ വരെയുള്ള പ്രൊമോ കാണിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോ കാണിക്കാതിന്റെ കാര്യം അത്ര വലിയ സസ്പെൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.